മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ ഒച്ചാണ്. അത് നമ്മളുടെ പയറ് ഒക്കെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. ഉപ്പ് അതിൻ്റെ ചുറ്റും ഇട്ടു, അതുപോലെ തന്നെ കുമ്മായം ഇട്ടു നോക്കി, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് ഒരു മരുന്ന് അടിച്ചു നോക്കിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിന് രണ്ട് ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കൃഷി ഓഫീസിൽ പോയി അതിൻ്റെ ഒരു സജഷൻ എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ജൈവ കെണി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ്, അതായത് നമ്മുടെ തുരിശ്. അപ്പോൾ തുരിശ് ലായനി നമ്മളുടെ ചെടികളുടെ മുകളിൽ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ ഒച്ച് ഇത് ഭക്ഷിക്കില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് തുരിശാണ്. നമ്മളുടെ ഇത് ശരിക്കും വെള്ളത്തിൽ ലയിപ്പിക്കാൻ പറ്റും. 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് ലയിപ്പിക്കേണ്ടത്. ഇത് ഞാൻ 15 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായ സാധനമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ പയർ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഒരു കൊമ്പുമ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇത് ലയിക്കാനായിട്ട്. അപ്പോൾ ഇത് ലയിച്ച് നമുക്ക് കിട്ടും. അതവിടെ കിടന്ന് ലയിച്ചോളും. അപ്പോൾ ലയിച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് സ്പ്രേ ചെയ്യുക. ഈ ഒച്ചിൻ്റെ ശല്യം ധാരാളമായിട്ട് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ പറമ്പിലൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളുടെ പറമ്പിൽ എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കാം. ചെടിയുടെ മേളിലടിക്കുമ്പോൾ നമ്മൾ 3 ഗ്രാം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് നമ്മൾ ആഫ്രിക്കൻ ഒച്ചിനെ പിടിക്കാനായിട്ട് വെക്കുന്ന ഒരു കെണിയുടെ ജൈവ കെണിയാണ് കാണിച്ചു തരുന്നത്. അതിന് നമുക്ക് 1/2 കിലോ മൈദ എടുക്കുക. അതുപോലെ ഒരു 1/4 കിലോ ശർക്കര എടുക്കുക. ശർക്കരയുടെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ ശർക്കര എടുക്കുക. അതിനുശേഷം ഒരല്പം ഈസ്റ്റ് എടുക്കുക, ഒരു 10 ഗ്രാം ഈസ്റ്റ്. എന്നിട്ട് അത് കുഴച്ച് ഒരു ചെറിയ മാവ് പരുവത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുക. കുഴമ്പ് രൂപത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഫ്രിക്കൻ ഒച്ച് വന്ന് ആ കെണിയിൽ വീഴും. അപ്പോൾ ആ കെണി വെക്കുന്ന രീതി കാണിച്ചു തരാം. ഇത് ഈസ്റ്റാണ്. ഈസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്നിട്ട് ശരിക്കും ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഇടുക. അതിനുശേഷം ഇത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇത് നല്ല സ്മെല്ല് വരും. നല്ല വൃത്തികെട്ട സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ സ്മെല്ല് നമ്മുടെ അടിച്ചിട്ടാണ് നമ്മളുടെ ഈ ആഫ്രിക്കൻ ഒച്ച് എത്തുന്നത്. അപ്പോൾ നമ്മളൊരു പാട്ടയിലാണ് ഇത് വെക്കുന്നത്. ആ പാട്ടയിൽ ഫീൽഡിൽ വെക്കുന്നത് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഇടുക. 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മളുടെ മാവ് റെഡിയാണ്. നമ്മളിത് ഇവിടെയാണ് കെണിയായിട്ട് വയ്ക്കുന്നത്. ഈ ബക്കറ്റ് ഇവിടെ താത്തി വെച്ചിരിക്കുന്നു. മണ്ണ് ഈ ലെവലിൽ കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ബക്കറ്റിൽ ആയിട്ട് വയ്ക്കുന്നത്, കുറച്ച് ഇതിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം, ഇതൊരു 2 മാസത്തോളം ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, മണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. ഇരിക്കും തോറും നല്ല സ്മെല്ല് കൂടി വരും. പിന്നെ ഇത് മഴവെള്ളം വീഴാതെ നമ്മൾ മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് എങ്ങനെയും വെക്കുക, കൊച്ചിന് കയറാനുള്ളൊരു ഗ്യാപ്പും കൊടുത്ത്. അപ്പോൾ ഇതും 2 പാത്രത്തിൽ വെക്കുന്നുണ്ട്. ഇനി അടുത്ത ദിവസം ഇതിലൊച്ച് വീണിട്ടുണ്ടോ അത് വെച്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ഇത് കാണിച്ചു തരാം. 2 കെണിയാണ് വെക്കുന്നത്. ഒരു കെണി അവിടെ വെച്ചു നമ്മൾ. ഇത് മണ്ണിൻ്റെ ലെവലിൽ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരു മഴയുടെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാക്ക് വെച്ചിട്ട് ഒരു ഗ്യാപ്പ് വേണം. ഇതിന് അടിയിൽ കൂടെ വന്ന് കയറാനുള്ള ഒരു ഗ്യാപ്പും കൂടി വെച്ച് കൊടുക്കുക. കല്ല് ചുരുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ കൂടെ വന്ന് കയറിക്കോളൂ. കുരിശ് ലൈനി നമ്മളുടെ പയർ ചെടികൾക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കീടങ്ങൾ അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യം എല്ലാം ഒഴിവായി കിട്ടും. നമ്മളവിടെ തൊട്ടപ്പുറത്ത് നമ്മളുടെ ജൈവ കെണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഒച്ചൊക്കെ ചാടി കിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പയറുകൾ വേറെ പുതിയത് നമ്മൾ നട്ടതൊക്കെ മുളച്ചു. അത് കാരണം നന്നായി മുളച്ചു വന്നിട്ടുണ്ട്. കൃഷി എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിൻ്റെ സ്ഥലമാണ് ശരിക്കും. നമ്മളൊന്ന് ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ഇതുപോലത്തെ വളരെ വെറൈറ്റി വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.